Definitely the cinema will be banned by the central ministry and we will take out your designation given by the military defense of India. അവർ വിഷം തുപ്പിക്കഴിഞ്ഞു. ആ തുപ്പിയത് തുടച്ചാലൊന്നും പോവില്ല. നമസ്കാരം. ആരെങ്കിലും ഉണ്ടോ ലൈവില്? ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങാം. എമ്പുരാൻ തന്നെയാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ വന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തെറി വിളിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉണ്ടെങ്കിൽ അതും ആവാം. ഓക്കെ, അതുകൊണ്ട് ലൈവ് തന്നെ വന്നൊരു വീഡിയോയിൽ വരാൻ വിചാരിച്ച്. കാരണം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ അവസാനം വരെ പോരാടുക എന്നുള്ള ഒരു ഐഡിയോളജിയിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ, ഈ എമ്പുരാൻ വിഷയത്തിൽ എത്ര മാപ്പ് പറഞ്ഞാലും നമ്മൾക്ക് പറയാനുള്ളത് അതാ. ഇന്നൊക്കെ അപ്പോൾ കണ്ടു, ഇതിൻ്റെ ചർച്ചകൾ കണ്ടു. ഇന്നലെ ഇന്നൊക്കെ ഫുൾ അല്ലേ, മലയാളക്കാരൻ മുഴുവനും മലയാളികളുള്ള രാജ്യം മുഴുവനും ഇത് ചർച്ച ചെയ്യണു. തിയേറ്റർ ഫുള്ളാവുന്നു, പണം ഒഴുകുന്നു. GST ഇല്ലാത്ത പണം വിദേശ രാജ്യങ്ങളിൽ ആണ് ഏറ്റവും അധികം എമൗണ്ട് ഇതിൻ്റെ ഇത് കാണിക്കുന്നത്. കണ്ടതിൻ്റെ ക്രോസ് കൂടുന്നത് അന്യ രാജ്യങ്ങളിലാണ്. അപ്പോൾ ഇന്ത്യയിലെ കണക്ക് കാണിച്ചാൽ അതിൻ്റെ GST അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതുപോലും പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ കച്ചവടം കാണിക്കണം. ഓക്കെ, സമ്മതിച്ചു. എമ്പുരാൻ ഒരിക്കലും പണത്തിൻ്റെ പേരിൽ തകരുന്നില്ല. പണത്തിന്റെ പേരിൽ അത് തകരാൻ പോകുന്നില്ല. അവർ വിചാരിച്ച കച്ചവടം കിട്ടി. എമ്പുരാൻ ടീമിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കച്ചവടം കിട്ടുന്നു നമുക്ക് ഉറപ്പാ. അല്ലാതെ നമ്മളെ കളിയാക്കിയോ 100 കോടിയായി 200 കോടിയായി അതിന്റെ ഗ്രാഫ് കൊണ്ട് കാണിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പിന്നെന്താ പറയാ അങ്ങോട്ട് ബേജാറായി പോകുന്നില്ല. അവർക്ക് അതും കിട്ടും, അതിന്റെ അപ്പുറവും കിട്ടും തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇതിന്റെയൊക്കെ ബെനിഫിറ്റ് ഇതിന്റെ 10 ഇരട്ടി കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇറ്റ് വാസ് എ ബിഗ് മെസ്സേജ്. അവർ വിഷം തുപ്പിക്കഴിഞ്ഞു. ആ തുപ്പിയത് തുടച്ചാലൊന്നും പോവില്ല. ആ വിഷത്തിന്റെ സമൂഹത്തിലേക്ക് തുപ്പിയ വിഷത്തിന്റെ അംശങ്ങൾ ഓരോരുത്തരിലും അത് എഫക്റ്റീവ് ആവും. എല്ലാവരും നമ്മളൊക്കെ തന്നെ നമ്മളെ സമയം കളഞ്ഞ് ഇതിന് സംസാരിക്കുന്നത്, എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അത്രയ്ക്കും ഭീകരമായ ഒരു സംഗതിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് വാതോരാതെ സംസാരിക്കുന്ന CPM-ന്റെ നേതാക്കന്മാരും ഭരിക്കുന്ന പാർട്ടീന്റെ മുഖ്യമന്ത്രി എല്ലാവരും സിനിമ കണ്ട് ആവിഷ്കാരം പറഞ്ഞു. അപ്പൊ ഇതേപോലത്തെ ഒരു സിനിമ എൻ്റെ ഒരു സുഹൃത്തായ 51 വെട്ട് എന്ന് പറഞ്ഞൊരു സിനിമ TP ചന്ദ്രശേഖരന്റെ സിനിമ വന്നപ്പോൾ അയാളെ കേരളട്ട് മുഴുവൻ അവർ ഓടിച്ചിട്ടുണ്ട്. കാരണം ആ സിനിമ പ്രദർശിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ല. ഇതിലെ തന്നെ എഴുത്തുകാരനായ മുരളി ഗോപിന്റെ ഒരു സിനിമ അവർ പ്രദർശിപ്പിക്കാൻ കാണിച്ചില്ല. അപ്പൊ അവിടെയൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല. വിവേക് അഗ്നിഹോത്രിയുടെ കാശ്മീർ ഫയൽസ് വന്നപ്പോൾ, കേരള സ്റ്റോറി വന്നപ്പോൾ ഒന്നും ഇവർക്ക് വേണ്ടപ്പോ ഒക്കെ എല്ലാം ഓക്കെയാ. അപ്പൊ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. അവിടെ try to ban cinema. Definitely the cinema will be banned by the central ministry. If the home ministry of the country is insulted by this film, Emburan film, the home ministry of the country, Mr. Amit Shah, is insulted, means through a religion rights and murdering the Muslim community he came to power, they are saying in the film. No. So in that film it mentioned ഗുജറാത്ത് കലാപത്തിൽ ഉണ്ടാക്കിയ ആൾക്കാരും ആയിരങ്ങളെ കൊന്ന ആള്, ആ വില്ലൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി വരുന്നു. 23 വർഷത്തിന് ശേഷം ഇതാ നിന്റെ സമയമായി എന്ന് പറയുന്നത് ആരാണ്? പാകിസ്ഥാനിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയ പോയ ഒരു ചെറിയ പയ്യൻ വലുതായി 23 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഒരു 14 വയസ്സുകാരൻ പാകിസ്ഥാനിലെ തീവ്രവാദി ഗ്രൂപ്പിലെത്തി അവന് ട്രെയിനിങ് കൊടുത്ത് ലഷ്കർ-ഇ തോയ്ബന്റെ ട്രെയിനിങ് കിട്ടി വന്ന ആളാണ് കേരളത്തിനെ രക്ഷിക്കാൻ എന്നുള്ളത് കാണിച്ച് ഈ ഇന്ത്യൻ ഹോം മിനിസ്റ്ററായി എല്ലാ കൊലപാതകം ചെയ്യുക, അയാളെ ഇല്ലാതാക്കാനും രാജ്യത്തെ ഇല്ലാതാക്കാനും മൂന്നാമത്തെ ഒരു സംഘം കേരളത്തിൽ വരാണ്ടിരിക്കാനും വേണ്ടി ചെയ്ത ഈ പ്രവൃത്തി സിനിമ ആവിഷ്കാരമാവാം, കഥയാവാം, ഒക്കെ ആവാം. പക്ഷേ വൈ ഡു യു വോണ്ട് ടു ഹൈലൈറ്റ് പാകിസ്ഥാനിലൊരു തീവ്രവാദിനെ ഇവിടുത്തെ എത്ര ഹൈപ്പാക്കിയോ ഞങ്ങളുണ്ട് എന്ന് പറയണേ. പാകിസ്ഥാൻ ക്രിക്കറ്റിന് കൈയടിക്കുമ്പോൾ നമ്മൾ ഇത്രയൊന്നും അവർ ചിന്തിക്കുന്നു വിചാരിച്ചിട്ടില്ല. ഇന്ത്യ ജയിച്ച് പാകിസ്ഥാൻ തോൽക്കുമ്പോൾ സങ്കടപ്പെടുന്ന സുഡാപ്പികൾക്ക് പോലും ഇത്രയൊന്നും ചെയ്യുന്നു നമ്മൾ ആലോചിച്ചില്ല. പക്ഷെ ഇത് നമ്മൾ സുഡാപ്പിയായിട്ട് അഭിനയിക്കുന്ന കുറച്ച് ഹിന്ദുക്കൾ തന്നെയാണല്ലോ അപ്പൊ ഇതിലുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പറയും ഇവരില്ലേ, അപ്പം മതം ഹിന്ദു തന്നെയാണ് ഇന്ത്യന്റെ ശത്രു. ഓരോ ഹിന്ദു ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെ പറയാം ഭാരതത്തിലെ. ഹിന്ദു മീൻസ് ഹിന്ദുസ്ഥാനി. മോഹൻലാലിന്റെ ഒരു ഡയലോഗ് ഉണ്ട് അവിടെ, ഹേ മലബാറി എന്ന് ചോദിക്കുമ്പോൾ ഏ നെയ് മേ ഹിന്ദുസ്ഥാനി ഹും. ആ ഹിന്ദുസ്ഥാനി, വി ഹിന്ദുസ്ഥാനീസ് ആർ ടെലിംഗ് വി വിൽ ബാൻ യുവർ ഫിലിം ആൻഡ് വി വിൽ ടേക്ക് ഔട്ട് യുവർ
designation given by the military defense of India to make ഇന്ത്യൻ്റെ സൈന്യത്തിലേക്കും ഒക്കെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിങ്ങൾക്ക് തന്ന ആ പദവി ഇന്ത്യ ഗവൺമെന്റ്, യു ആർ സെയിങ് ദറ്റ്, യു ആർ സെയിങ് വൺസ് എ ഡീൽ വിത്ത് ദേ വിൽ നോ വേ ടു ബാക്ക്. സോ നിങ്ങൾ എത്ര പറഞ്ഞാലും യു ആർ നോട്ട് വേ ടു ബാക്ക്, യു നോ. എല്ലാ റിപ്പോർട്ടുകളും ഞാൻ റിപ്പോർട്ടിനനുസരിച്ചിട്ട് ഇന്ന് വരെ